വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. ഞാനിവിടെ സാധാരണ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒരു ബുക്കിൻ്റെ റിവ്യൂ അല്ല കേട്ടോ. ഈ വീഡിയോ ആക്ച്വലി ഞാൻ ഇതുവരെ എൻ്റെ യൂട്യൂബ് ജേർണിയിൽ എന്തൊക്കെ ചെയ്തു, എനിക്ക് എന്തൊക്കെ വർക്കായില്ല, എൻ്റെ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഞാൻ അതൊന്ന് ലേൺ ചെയ്തതും ഒക്കെയാണ്. അപ്പോൾ ആക്ച്വലി സാധാരണ ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഒരു 1K അല്ലെങ്കിൽ ഒരു 2K ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിട്ടാണ്. ഞാനത് എന്തുകൊണ്ട് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ തന്നെ പഴയ വീഡിയോസിൽ നിന്ന് ഷോർട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഞാൻ തന്നെ ലേൺ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മളിനി അടുത്ത ഒരു മൈൽ സ്റ്റോൺ കവർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതായിരിക്കില്ല. അപ്പോൾ ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്ന് തോന്നി ഇത് പറയാനായിട്ട്. അതായത് എനിക്കിപ്പോൾ 850 സബ്സ്ക്രൈബേഴ്സാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളത്. സോ ഞാനിത് 1K ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പറയാം, അപ്പോൾ നമുക്ക് കിട്ടുന്ന ലേണിങ്സ് അപ്പോൾ പറയാം. സോ ഞാൻ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കുകയാണ്. എൻ്റെ ചാനലിൽ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ബുക്ക് റിവ്യൂസ് ആണ്. ബുക്ക് റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചതും എനിക്ക് റിക്വസ്റ്റ് വരുന്നതും നിങ്ങൾ കൂടുതലായിട്ട് വായിക്കാൻ താല്പര്യപ്പെടുന്നതുമായിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ഒരു കണ്ടൻറ്റും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അഡോപ്റ്റ് ചെയ്ത മെത്തേഡും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഞാൻ ഇവോൾവ് ചെയ്ത് വന്നതിൽ നിന്നും ഞാൻ എന്ത് പഠിച്ചു എന്ന് പറയാം. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റേക്സ് എന്നല്ല, ഞാൻ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഏരിയാസ്. മിസ്റ്റേക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ അത് മിസ്റ്റേക്സ് അല്ല, ഇതൊരു പ്രോസസ്സിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ഞാൻ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയും. അതായത് ഇപ്പോൾ ഒരു ബുക്ക് ഈസി റീഡ് ആണെങ്കിൽ, ബിഗിനർ ഫ്രണ്ട്ലി ആണെങ്കിൽ അതൊറ്റ തവണ പറഞ്ഞാൽ മതി. അത് ആ വീഡിയോയിൽ ഈ ബുക്കിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ പുസ്തകം ബിഗിനർ ഫ്രണ്ട്ലി ആണെന്നും ഈസി റീഡ് ആണെന്നും 80 പേജുള്ള പുസ്തകമാണെന്നും എക്കണോമിക്കൽ ഒരു ചീപ്പ് സൈഡ് ഓഫ് പർച്ചേസ് ആണെന്നും അത്രയും പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ചിലപ്പോൾ ഇതേ സാധനം ഞാൻ പോലും അറിയാണ്ട് പലതവണ പറയും. എഡിറ്റിലും ചിലപ്പോൾ ഞാനത് ഒഴിവാക്കാതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പറയുന്നതിൽ റിപ്പീറ്റായി പോയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഒഴിവാക്കുക. സെക്കൻഡ് പോയിന്റ് ഞാൻ പഠിച്ചത് എൻ്റെ വീഡിയോസിൻ്റെ ആദ്യകാലത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഞാൻ സംസാരിക്കുന്ന ഒരു സ്ലോ പേസിലാണ്. ഭയങ്കര എനർജി ലോ ആണ്. കണ്ടിരിക്കാൻ നമുക്കൊന്നും അവിടെ നിന്നൊരു എനർജി കിട്ടുമെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനിലേക്ക് ആൾക്കാർ ഇരിക്കണമെങ്കിൽ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ഒന്ന് ഇരുന്ന് കിട്ടണമല്ലോ, അല്ലെങ്കിൽ ഒരു 4-5 സെക്കൻഡ്സിലേക്കെങ്കിലും അവരൊന്ന് അറ്റൻഷൻ ക്യാച്ച് ചെയ്യണമെങ്കിൽ നമ്മളൊരു എനർജി കൊടുക്കണം. നമ്മൾ കൊടുക്കാത്ത എനർജി നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അപ്പം ഞാനന്ന് ബുക്ക് റിവ്യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സംസാരിച്ചിരുന്ന പേസ് ഒക്കെ ഭയങ്കര സ്ലോ ആയിരുന്നു. അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഒന്നും കൂടി വരെ വീഡിയോസിൽ ശരിയായി വരുന്നുണ്ട്. അതാണ് ഞാൻ രണ്ടാമത് നോട്ട് ചെയ്ത കാര്യം. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത മറ്റൊരു കാര്യം, എനിക്കൊരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ചിലപ്പോഴൊക്കെ മിസ്റ്റേക്സ് വരാറുണ്ട്. അതായത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് ഞാനിതിപ്പോൾ മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റൊരു സെൻറ്റൻസിലേക്ക് ചാടിപ്പോവും. അത് ചിന്തിക്കുമ്പോൾ പറ്റുന്ന പ്രശ്നമാണ്. അതായത് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും. അടുത്ത പറയേണ്ടത് ഇതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാതെ അതിലേക്ക് ജമ്പ് ചെയ്ത് പോകും. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ കംപ്ലീഷൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ ആ സെൻറ്റൻസ് കളയണം, എഡിറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഞാൻ കംപ്ലീഷൻ ഇല്ലാതെ ആ കണ്ടൻറ്റ് അങ്ങനെ ഇടണം. അപ്പോൾ ഞാൻ എന്തിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ഇത്ര കഷ്ടപ്പെട്ട് അവർ കഷ്ടപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക, അടുത്ത സെൻറ്റൻസ് അങ്ങനെ ഞാൻ ഒരു ബോധത്തോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ട് പരിചയിച്ചു വന്ന ഒരു സംസാരിക്കുന്ന രീതിയിലൊക്കെ വ്യത്യാസം പെട്ടെന്ന് വരാൻ പാടാണ്. പ്രത്യേകിച്ച് ക്യാമറ തുറന്ന് വെച്ചിട്ട് പറയുമ്പം മിസ്റ്റേക്സ് ഒക്കെ വരാം. എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറേയൊക്കെ ഇപ്പോൾ തന്നെ കുറേ കോൺഷ്യസ് ആയിട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ അതിനകത്തൊക്കെ മിസ്റ്റേക്സ് വരാതിരിക്കാം. പറഞ്ഞു വന്നത് ഒരു സെൻറ്റൻസ് തുടങ്ങി തീർക്കാനായിട്ടുള്ള ഒരു ബോധത്തോടെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അത്രയും കാര്യം പഠിച്ചു. നാലാമത്തെയാണ് ഞാൻ അതിനകത്ത് നിന്ന് മനസ്സിലാക്കിയ ഏറ്റവും വലിയ കാര്യം, കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് ഈസ് ദ കീ. അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും, എത്ര നല്ല കാര്യം പറഞ്ഞാലും, ഇപ്പോൾ ഒരു ബുക്ക് വായിച്ചിട്ട് അതിനകത്ത് നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് മാത്രം കിട്ടിയൊരു പോയിന്റ് ഉണ്ടെങ്കിലും വേറെ ആർക്കും ഇത് വായിച്ചിട്ട് മനസ്സിലായില്ല, എനിക്ക് മാത്രം കിട്ടി എന്ന് ഞാൻ അവകാശപ്പെടുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിലും ഞാനത് കോൺഫിഡൻസോടെ പ്രസൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പോയില്ല. അത് ആൾക്കാർക്ക് ചിലപ്പം അവരവിടെ വരെയൊന്നും കാണില്ല. എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ 8ാമത്തെ മിനിറ്റിലായിരിക്കും ഞാൻ ഈ പ്രൈം സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ 8ാമത്തെ മിനിറ്റ് വരെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. സോ നമുക്ക് അത്രയും കോൺഫിഡൻസോട് കൂടി വേണം നമ്മൾ കണ്ടുപിടിച്ച ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു തോട്ട്. എൻ്റെ കൂടുതൽ വീഡിയോസിലൊക്കെ നല്ല തോട്ട്സ് ഒക്കെയാണ് പറഞ്ഞു തരിക. എനിക്കെന്ന് തോന്നിയിട്ടുണ്ട് കൊള്ളാലോ നല്ല ഐഡിയ എന്നൊക്കെ. അപ്പോൾ അത് ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ അത്രയും കോൺഫിഡൻസോടെ അത് ഡെലിവറി ചെയ്യണം എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇത്രയാണ് ഞാൻ ലേൺ ചെയ്ത മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയാസ്. ഇനി രണ്ടാമത്തെ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് പോവാം. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് ബുക്കിൻ്റെ കവേഴ്സ് ഇല്ലേ, നമ്മുടെ സാധാരണ വായിക്കുന്ന പുസ്തകത്തിൻ്റെ കവറ് കളർ പ്രിൻ്റ് എടുത്തിട്ട് ഒട്ടിച്ചിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു എൻ്റെത്, 2 സൈഡിൽ ചെടിയൊക്കെ വെച്ചിട്ട്. പിന്നെ അപ്പോൾ അവിടെ ആ ഇരിക്കുന്ന ഏരിയയിൽ ലൈറ്റിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തു. സോ ദാറ്റ് എനിക്ക് എഡിറ്റിങ്ങിൽ ലൈറ്റ് ഇടാൻ പറ്റുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു RGB ലൈറ്റ് മേടിച്ചു.
പക്ഷെ അത് ഇടയ്ക്ക് വർക്കായില്ല. സോ ദാറ്റ് അത് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ലൈറ്റിങ്ങിൽ നമ്മുടെ എഡിറ്റിങ്ങിൽ ലൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ അടിപൊളിയാവും. പക്ഷേ ചില സമയത്ത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ പിണങ്ങും, അപ്പോൾ നമുക്ക് ലൈറ്റ് കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇതൊരു മോശമാണെന്നല്ല, ഇത് ഞാനിങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നിക്കൽ ആസ്പെക്ട്സിൽ എനിക്ക് മനസ്സിലായ പോയിന്റ്, ഒന്നെങ്കിൽ നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് ഗ്ലോ ലൈറ്റ് ഫിൽ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വരുന്ന ഒരു സ്റ്റുഡിയോ, അങ്ങനത്തെ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടും വെച്ചിട്ട് ഒരു മിനിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മൈക്ക്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഗ്രനേറോയുടെ മൈക്കാണ്. അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പൈസ ഒന്നും ഇതിനകത്ത് കളയില്ലല്ലോ, ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ക്യാമറയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടില്ല, ഐ മീൻ ഫിനാൻഷ്യലി ആയിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മിനിമം ആയിട്ട് ഒരു മിനിമം നല്ല ക്വാളിറ്റി കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കാം, അത്രയും ചെയ്യാം. മൂന്നാമത്തെ കാര്യം പ്രസൻറ്റേഷൻ ആസ്പെക്ട്സ് ആണ്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെയും വീഡിയോസിൽ അവരെപ്പോഴും നമുക്ക് പറഞ്ഞു തരിക എങ്ങനെ ലൈറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിവൈസസ് അവർ യൂസ് ചെയ്തു എന്നാണ്. ഞാൻ പൊതുവെ എങ്ങും കണ്ടിട്ടില്ല എങ്ങനെ പ്രസൻറ്റേഷൻ ബെറ്റർ ആക്കാമെന്ന് അവർ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പുതുതായിട്ട് എനിക്ക് എന്തെങ്കിലും വീഡിയോയിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറയാമെന്ന്. സോ റിഗാർഡിങ് പ്രസൻറ്റേഷൻ, പണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ സ്പീഡ് വളരെ കുറവായിരുന്നു. അപ്പോൾ ആൾക്കാരെ എൻഗേജ് ചെയ്തിരുത്താനായിട്ടൊരു മിനിമം സ്പീഡ് വേണം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ചില കോഴ്സസിലൊക്കെ എഴുതി കാണിക്കത്തില്ലേ, പ്ലേ അറ്റ് 1.25 സ്പീഡ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് എന്ന്, അങ്ങനെയെങ്കിലും എഴുതി കാണിക്കാം. സോ ദാറ്റ് ഞാനൊക്കെ പല വീഡിയോസും മറ്റേ 1.5:2 വീഡിയോ ആ സ്പീഡിലൊക്കെ ആയിരുന്നു കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല വിഷ്വൽ എക്സ്പീരിയൻസ് കൊടുക്കാനുള്ളൊരു നല്ല എനർജി പേസ് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ യൂഷ്വലി നമ്മൾ പയ്യെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂട്ടുമ്പോൾ തെറ്റുകൾ, സംസാരിക്കുന്നതിൽ ബിഗിൾസ് എല്ലാം തെറ്റൊക്കെ വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഉപയോഗിക്കുന്ന വൊക്കാബുലറിയിൽ ചില കാര്യങ്ങളിപ്പോൾ ആ സാധനം ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്നത്, ശരിക്കും ഞാൻ ആ പുസ്തകത്തിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു ഫീലിങ്ങിന് വാക്ക് കിട്ടാഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സാധനം കണ്ടു എന്നൊക്കെ പറയും. അപ്പോൾ ഐ തിങ്ക് അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്ന സമയമായിരുന്നു. കുറച്ചുകൂടെയൊക്കെ ആലോചിച്ചിട്ട് അങ്ങനത്തെ ഒരു നല്ല ഫീലിംഗ് ഉണ്ടായി, അല്ലെങ്കിൽ വായിച്ചപ്പോൾ ഇങ്ങനെയാണ് തോന്നിയത് എന്നൊക്കെ പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ സൂത്രം സാധനം വാക്കുകളൊക്കെ ഒഴിവാക്കാമെന്ന് തോന്നി. മറ്റൊരു പ്രസൻറ്റേഷനിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് അല്ല, ഇതൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ടച്ചപ്പാണ്. എനിക്ക് ഫീൽ ചെയ്തൊരു സംഗതി, ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയത്, എനിക്ക് ഫീൽ ചെയ്തെന്ന് പറയുന്നത് അതിൻ്റെ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താനാണ്. അതായത് ഇപ്പോൾ ഖബർ, KR മീരയുടെ ഖബർ വായിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നി, വിച്ച് ഡസൻ മീൻ നിങ്ങൾക്കിങ്ങനെ തോന്നണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക, അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ എനിക്കിങ്ങനെ തോന്നിയെന്ന് പറയുമ്പോൾ, പക്ഷേ എപ്പോഴും എൻ്റെ അടുത്ത് സംസാരിച്ച സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്, നമുക്ക് തോന്നി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അതിനകത്തൊരു ഉറപ്പുകുറവ് ഫീൽ ചെയ്യും. നമ്മൾ പറയുന്നത് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് എടുക്കും, ഒരു ഫാക്റ്റായിട്ട് എടുക്കും. നമ്മൾ അതിൻ്റെ ഒരു വ്യക്തതയും ആ ക്ലാരിറ്റി, ആ ഭംഗി ഉണ്ടല്ലോ, ആ ഒരു ഓണസ്റ്റി, അക്കൗണ്ടബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ഐ ഫീൽ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അത് അങ്ങനെ ആയിരിക്കില്ല തോന്നുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ല ടെർമിനോളജീസ് ഒക്കെ യൂസ് ചെയ്യാമെന്ന്, വൊക്കാബുലറി ഒക്കെ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് തോന്നുന്നു. അതാണ് ഞാൻ പഠിച്ച മറ്റൊരു പ്രസൻറ്റേഷനിൽ എനിക്ക് തോന്നിയിട്ടുള്ള, ഇങ്ങനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. വൈ മൈ ചാനൽ എന്ന് ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ചാനൽ എന്തിനാണെന്ന് വൈ ആൻസർ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് മനസ്സിലായത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇതൊരു ബുക്ക് റിവ്യൂ ചാനൽ അല്ലായിരുന്നു. ഞാൻ കോവിഡിൻ്റെ ടൈമിൽ തുടങ്ങിയതാണ്. പക്ഷേ ഞാനത് 3-4 വീഡിയോ ചെയ്തിട്ട് ഞാൻ അവിടെ ഇട്ടു, നോക്കിയില്ല. പിന്നെ ഈ അടുത്താണ്, ഒരു 3 മാസമായിട്ടേ ഉള്ളൂ ഞാൻ റെഗുലറായിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. റെഗുലർ എന്ന് പറഞ്ഞാൽ പക്ക റെഗുലറായിരുന്നു. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുമായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം 2 ദിവസമൊക്കെയാണ് ബ്രേക്ക് വരിക മിക്കവാറും. ബിക്കോസ് ഞാൻ ഈ ബുക്ക് വായിക്കണമല്ലോ, വായിച്ച് തീർക്കണം, വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. ആ വായിക്കുക എന്നുള്ള പ്രോസസ്സാണ് പലപ്പോഴും നമുക്ക് പെൻഡിങ് ആവുക, വർക്കിനൊരു പെൻഡിങ് വരിക. ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു കറക്റ്റായിട്ട്. ഞാനൊരു ബുക്ക് വായിച്ചിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് എന്താ കിട്ടാൻ സാധ്യത, ഞാൻ പുസ്തകം പരിചയപ്പെടുത്തുകയാണെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. ലേറ്റർ ഓൺ എനിക്ക് മനസ്സിലായി എന്താണെന്നറിയോ, വൈ മൈ ചാനൽ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാവരും വായിച്ചിട്ടുള്ള ഒരു പുസ്തകം, അല്ലെങ്കിൽ പാത്തുമ്മയുടെ ആട്, എല്ലാവരും വായിക്കാൻ സാധ്യതയുള്ളൊരു പുസ്തകം ഞാൻ വീണ്ടും എടുത്ത് റിവ്യൂ ചെയ്യുമ്പോൾ എന്തിന് ആളുകൾ എൻ്റെ റിവ്യൂ കാണണം? ബിക്കോസ് അവർ ഓൾറെഡി അത് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കാം. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടുള്ള എന്ത് ഐഡിയ ആണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പോഴൊക്കെയാണ് ഒരു ഐഡിയ ഡിറൈവ് ചെയ്ത് വന്നത്. കാരണം പാത്തുമ്മയുടെ ആട് ഒരു കുട്ടി എന്ന നിലയ്ക്ക് വായിച്ചപ്പോൾ എനിക്ക് എന്ത് തോന്നി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് ബുക്ക് മാർക്ക് കഫേയിൽ പോയിട്ടിരുന്ന് സുധാമൂർത്തിയുടെ ഒരു പുസ്തകം വായിച്ചു. ഞാൻ സുധാമൂർത്തിയുടെ പുസ്തകത്തിനെ ക്രിട്ടിസൈസ് ചെയ്യല്ല, പക്ഷേ അതിൽ വായിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്, അതിനകത്ത് ഒരു ക്ലാസ് ഓഫ് സൊസൈറ്റിയെ മാത്രമേ അഡ്രസ്സ് ചെയ്തിട്ടുള്ളൂ. അതായത് കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള
എക്കണോമിക്കലി ഒരു അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരെ മാത്രം അഡ്രസ്സ് ചെയ്തിട്ടാണ് ആ കഥ പോകുന്നത്. അതേ ഞാൻ തന്നെ ബഷീറിനെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അടുത്ത് പ്രഥം ബുക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ വേറെ തന്നെ ചെയ്യാൻ കേട്ടോ, കുട്ടികളുടെ പുസ്തകമാണ്. അവിടെ നിന്നുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമ്മൾ കാണാത്ത ഒരു ഏരിയ ഓഫ് സൊസൈറ്റി ഉണ്ട്. നമ്മളുടെ തന്നെ സുഹൃത്തുക്കളിൽ നമ്മൾ കാണാത്ത ഒരു ഏരിയ ഓഫ് സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്രയും റെസ്പോൺസിബിളായിട്ടൊക്കെ വായിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു സോഷ്യൽ ആസ്പെക്റ്റ് തോന്നി എന്ന് ഞാൻ പറയുന്നിടത്താണ് നിങ്ങൾ വായിച്ചിരിക്കുന്ന പുസ്തകത്തിനെക്കുറിച്ച് പോലും, ഇപ്പോൾ പാത്തുമ്മയുടെ ആടിനെക്കുറിച്ച് പോലും ഞാൻ വീണ്ടും ഒരു റിവ്യൂ ചെയ്യുന്നതിലുള്ള പ്രസക്തി അതെനിക്ക് മനസ്സിലാവാൻ ഒരു 50-60 വീഡിയോ ചെയ്യേണ്ടി വന്നു. ആൻഡ് അതൊരു മോശം കാര്യമായിട്ടല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതൊരു നല്ല കാര്യമാണ്. കാരണം ആ വീഡിയോ ചെയ്താണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ചെയ്യാം, അല്ല ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടി വന്നത്. അപ്പോൾ എന്തുകൊണ്ടൊരു ബുക്ക് റിവ്യൂ ചാനൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനകത്ത് ഒത്തിരി മറ്റേ സബ് പാർട്സ് കിട്ടി. ഒന്ന്, ആളുകൾ വായിച്ച പുസ്തകത്തിനെ കുറിച്ച് തന്നെ വീണ്ടും പറയുമ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇനി മുതൽ അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസിൽ കൃത്യമായിട്ടുള്ള ഒരു റീഡർ പാർട്ടും ഒരു റൈറ്റർ പാർട്ടും ഉണ്ടാവും. അതായത് ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു റീഡർ എന്ന നിലയ്ക്ക് എനിക്ക് എന്ത് കിട്ടി, ഒരു റൈറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് എന്ത് കിട്ടി. ഞാൻ പലപ്പോഴും ഈ റൈറ്റർ എന്ന നിലയ്ക്ക് കിട്ടിയ സാധനം ഷെയർ ചെയ്യുമ്പോൾ അതിന് വേണ്ട ഒരു എംഫസിസ് കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങളിൽ ഇഫ് നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ, നിങ്ങൾ എഴുതാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഏരിയ ഫോക്കസ് ചെയ്യൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതിനെ പ്രോപ്പറായിട്ടൊരു നമുക്ക് റീഡർ പാർട്ടിലേക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് റൈറ്റർ പാർട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ചിലപ്പോൾ മനസ്സിലാവും എന്നെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ. ആൻഡ് വൺ തിങ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ബുക്ക് റിവ്യൂ ചാനലിൻ്റെ വൈ എന്ന് പറയുന്നത്, ചില ബുക്ക് റിവ്യൂസ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ക്രൈം ത്രില്ലർ നോവൽ എടുത്തുകൊണ്ട് വന്നിട്ട്, ഫോർ എക്സാമ്പിൾ ലാജോ ജോസിൻ്റെ പുസ്തകങ്ങൾ, എനിക്ക് കഥ പറയാൻ പറ്റത്തില്ല. എനിക്ക് ആ 1 ലൈൻ അവർ ബ്ലർബിൽ എഴുതി വെച്ചിരിക്കുന്നതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മളൊരു വർക്കിനോട് ചെയ്യുന്ന മര്യാദയാണ്. അവർ പറയാത്തത് നമ്മൾ ഇരുന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതായത് അതിനകത്തുള്ളൊരു സ്പോയിലർ അലേർട്ടൊക്കെ വരും, ആൾക്കാർക്ക് വായിച്ചറിയേണ്ടതല്ലേ. അതുകൊണ്ട് ഞാനതിന് കഥ പറയാതെ ജസ്റ്റ് ഒരു 1 ലൈൻ, ആ ഒരു എന്താ പറയുക, കഥ ബ്രേക്ക് ചെയ്യുന്ന ഒന്നും പറയാതെയാണ് അത് പറയുന്നത്. അതേ സമയത്ത് ഫോർ എക്സാമ്പിൾ ബുക്സ് ലൈക്ക് അറ്റോമിക് ഹാബിറ്റ്സ്, സൈക്കോളജി ഓഫ് മണി, ഇങ്ങനത്തെ പുസ്തകങ്ങൾ ഉണ്ടാവില്ലേ, ഇതിനെക്കുറിച്ചിട്ടുള്ള അകത്തുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാം. കാരണം അതിനകത്തുനിന്ന് ഇക്കിഗായ്, ഈ പുസ്തകത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞാൽ, സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളില്ലേ, അതിനെക്കുറിച്ച് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അത് എനിക്ക് മനസ്സിലായതും കുറേ കഴിഞ്ഞിട്ടാണ്. ഞാൻ ഈ ടൈപ്പ് ഹൗ ടു ബുക്കുകളുടെയൊക്കെ റിവ്യൂ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അതിൽ ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇക്കിഗായെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ഒരു ഫുൾ വീഡിയോ ചെയ്യാം. ഇക്കിഗായ് ഒരു വലിയ കൺസെപ്റ്റാണ്. അറ്റോമിക് ഹാബിറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോ പോയിന്റ്സ് പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത്, കോംപ്ലക്സ് ആയിട്ടുള്ള സാധനത്തെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയാം. അതിലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ആ ടൈപ്പ് പുസ്തകങ്ങൾ അങ്ങനെ ചെയ്യാം. അല്ലാത്ത നമ്മുടെ കഥ, നോവൽ അല്ലെങ്കിൽ ക്രൈം ത്രില്ലർ, ഹൊറർ, ഇതിനെയൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് ആ കഥ അല്ലെങ്കിൽ ഒരു 1 ലൈൻ പറഞ്ഞിട്ട് ഇതെന്ത് ഫീലിംഗാണ് തരുന്നതെന്ന് പറയാം. പ്ലസ് നിങ്ങളിത് വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഒരു റീഡേഴ്സ് പെർസ്പെക്റ്റീവും റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ, നമ്മളെപ്പോഴും ഒരു പുസ്തകം വായിച്ചാൽ നമുക്കൊരു ഐഡിയ കിട്ടത്തില്ലേ, അത് എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല എന്നാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ഡിസ്കഷനിൽ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ലൈറ്റ് അടിക്കും, ഇങ്ങനെ എഴുതാം, ഇങ്ങനത്തെ ഒരു ത്രെഡ് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്കും അത് ഏതെങ്കിലും രീതിയിൽ ചിന്തിക്കാനോ ത്രെഡ് ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഞാൻ എപ്പോഴും ഒരു റിവ്യൂ ചെയ്യുമ്പോൾ വിചാരിക്കുന്നത്, ഞാനിത് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഇത് വ്യത്യസ്തമായിരിക്കുന്നു. ഒരുപാട് പേര് ബുക്ക് റിവ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ മലയാളത്തിൽ. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ചാനൽ എങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ അത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതിൽ ഞാൻ എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്ന് അറിയാത്തിടത്തോളം അതിൽ കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിപ്പോൾ ഒരു കഥ വായിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എനിക്ക് എഴുത്തിൽ വായനയിലുള്ള ഒരു ബോധം എന്താണ്, അപ്പം ഞാൻ അതിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത് എന്നുള്ള ഐഡിയ നിങ്ങൾക്കും കൂടി കൺവേ ആയാലേ ആ ഒരു എന്താ പറയുക കണ്ടിന്യൂറ്റി എൻ്റെ വീഡിയോ വരാൻ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു പോയിന്റ് എനിക്ക് കിട്ടുള്ളൂ. അതെനിക്ക് മനസ്സിലായത്, ഞാൻ എപ്പോഴും പറയും, ഞാൻ ഈ അടുത്ത് ഡിപ്ലോമ ചെയ്തിട്ടുണ്ട് നറേറ്റീവ് പ്രാക്ടീസസ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ. ആ ഡിപ്ലോമ എന്നെ ചിന്തിക്കുന്ന രീതിയിൽ, എഴുതുന്ന രീതിയിൽ ഭയങ്കരമായി മാറ്റിയിട്ടുണ്ട്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി മാറ്റിയിട്ടുണ്ട്. അതൊന്ന്. 2, ഞാൻ ലൈഫ് കോച്ചിങ് തെറാപ്പി എടുത്തിട്ടുണ്ട്. ആ സെഷൻസ് എന്നെ ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു റൈറ്റർ എന്ന നിലയിലും എന്നെ ഭയങ്കരമായി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് മാറ്റം വന്നു എന്ന് പറയുന്നതല്ലാതെ ഇതെങ്ങനെയാണ് എക്സ്പ്ലിസിറ്റ്ലി ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ അത് ആ സൈഡിൽ എത്തില്ല, ഉറപ്പല്ലേ? അപ്പോൾ ആ ഒരു ഏരിയയിൽ ഞാൻ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനത് കുറച്ചും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. സോ ദാറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു, ഞാൻ ചെയ്ത കോഴ്സുകൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഏരിയാസ്, എൻ്റെ തെറാപ്പി സെഷൻസൊക്കെ എത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഒരു പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. സോ ഇത്രയാണ് ഞാൻ എൻ്റെ ബേസിക്
ഒരു 3 മാസത്തെ ബേസിക് ജേർണിയിൽ നിന്ന് ഒരു 1 to 850 സബ്സ്ക്രൈബേഴ്സ് ആയ എൻ്റെ ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. അതായത് എൻ്റെ ചാനൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് ഫോളോ ചെയ്യുന്നതെന്ന്. ആൻഡ് വെറുതെ ഞാൻ ആൾക്കാർക്ക് ഫോർവേഡ് ചെയ്ത് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇരുന്ന് വീഡിയോസ് ചെയ്യുന്നതല്ലാതെ ഞാനത് എവിടെയും ഫ്രണ്ട്സിന് പോലും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വീഡിയോ കാണുമ്പോൾ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ ഫോളോവേഴ്സ്. സോ ഞാൻ ഇനി മനസ്സിലാക്കിയതിലും എനിക്ക് കുറച്ചൊന്ന് ഞാനെല്ലാം കൂടി എഴുതി വെച്ചപ്പോൾ ഓക്കെ ഇത് പറയാം എന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളൊരു ബിഗിനർ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നോ യുവർ ഓഡിയൻസ് എന്ന് പറയും. അതായത് ഞാൻ എൻ്റെ ഓഡിയൻസിനെ അറിയണം. അവരെന്താ വായിക്കുന്നത്, അവർ ഏത് ഏജ് ഗ്രൂപ്പാണ്, അവരെന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം കെ ആർ മീരയുടെ ഘാതകനാണ്. ഒന്ന് സാറാ ജോസഫിൻ്റെ ബുദ്ധിനിയാണ്. ഈ 2 പുസ്തകവും വായിച്ച് തീരാൻ സമയമെടുക്കും. നല്ല സമയമെടുക്കുന്ന പുസ്തകമാണ്, നല്ല വലിപ്പമുണ്ട്. പിന്നെ അറിയാമല്ലോ, കുറച്ച് കണ്ടൻറ്റ്ഫുൾ ആയിട്ടുള്ള പുസ്തകമാണ്. എനിക്ക് വരുന്ന റിക്വസ്റ്റ് മൊത്തം പുതിയ പുസ്തകങ്ങൾ റിവ്യൂ ചെയ്യുമെന്നാണ്. പുതിയ എഴുത്തുകാരുടെ ഒരു 80 മുതൽ 150 വരെ പേജസിനിടയിലുള്ള കുഞ്ഞു പുസ്തകങ്ങളില്ലേ, ബിഗിനർ ഫ്രണ്ട്ലി, അതിനാണ് റിക്വസ്റ്റ് വരുന്നത് മൊത്തം. അപ്പോൾ കെ ആർ മീരയുടെ ഘാതകൻ വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്താലേ ആസ് പെർ റിക്വസ്റ്റ് അനുസരിച്ചുള്ള വീഡിയോസ് എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചിട്ട് നമ്മൾ ഈ സ്ഥിരം ഡിമാൻഡിലുള്ള പുസ്തകങ്ങൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. ആസ് എ റീഡർ നമ്മൾ ഒരുപാട് ഏരിയ കവർ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് വിട്ടുകളയാതെ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ് ഘാതകനും ബുദ്ധിനിയും ഒക്കെ. അപ്പോൾ ഇത് വായിക്കേണ്ടതുണ്ട്. സോ ദാറ്റ് ആ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ഓഡിയൻസിനെ അറിഞ്ഞിട്ട് അവർ റിക്വസ്റ്റ് ചെയ്യുന്നതും അവർക്ക് കൊടുക്കണം, അവർക്കറിയാത്തതും അവർക്ക് കൊടുക്കണം. ദാറ്റ് ഇങ്ങനെയും കുറച്ച് പുസ്തകങ്ങളുണ്ട് എന്ന് അവരെ പരിചയപ്പെടുത്തണം. ഇതാണ് എൻ്റെ ഒരു ലേണിംഗ്. എല്ലാവരും പറയാറുള്ളത് കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നാണ്. ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ആളാണ്. എനിക്ക് അത്ര റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. അതായത് ഞാൻ ഒരു വീഡിയോ ഇട്ട് എനിക്ക് 2 സബ്സ്ക്രൈബർ കൂടും, അത്രയേ ഉള്ളൂ. ഞാനതിൽ നിരാശപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും, 3 മാസത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ കണ്ടന്റ് ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗോ അങ്ങനത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ചടപടയും ചിലപ്പോൾ യൂസ് കയറിപ്പോയതിനെ. പക്ഷേ ഞാൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നതെന്ന് ഉറപ്പിച്ച് ഞാൻ ഈ ചാനൽ വേറെ ഒന്നും ചെയ്യുന്നില്ല, ബുക്ക് റിവ്യൂ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടും കൂടെ എൻ്റെ ഒരു ഗ്രോത്ത് ഭയങ്കര പയ്യായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോ പോകുമ്പോൾ എനിക്ക് 2 or 3 സബ്സ്ക്രൈബേഴ്സേ കൂടുള്ളൂ. പക്ഷേ ഞാനതിനെ വളരെ അക്കൗണ്ടബിൾ ആയിട്ട് എടുക്കുന്നുണ്ട്, അക്നോളജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് വീഡിയോ ഒന്നിട്ടില്ല എന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാനത് അങ്ങനെ തന്നെ എടുത്തിട്ടാണ് പോകുന്നത്. സ്റ്റിൽ കൺസിസ്റ്റൻസി തന്നെയാണ് അതിൻ്റെ കീ. പോകെ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം, ക്വാളിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഡെയിലി 5 ദിവസം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു ആവറേജ് ക്വാളിറ്റി ആണെങ്കിൽ അടുത്ത ലെവലിലേക്ക് ഒരു ഡെയിലി 3 വീഡിയോ പക്ഷേ ക്വാളിറ്റി ബെറ്റർ ആക്കിയാൽ വ്യൂവർഷിപ്പ് എന്തായാലും കൂടും. ഞാനതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ഞാൻ ആ ഫസ്റ്റ് ലെവൽ ക്രോസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ക്വാളിറ്റി നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കാം എന്നുള്ള പരുവത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉള്ള ക്വാളിറ്റി ഓക്കെ, ഇതിനകത്ത് നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാമെന്നും ഇമ്പ്രൂവൈസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഏത് യൂട്യൂബ് ചാനലാണെങ്കിലും ഒത്തൻറ്റിക്കായി ഇരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നിങ്ങൾ എന്ത് ചാനൽ റൺ ചെയ്യുന്നവരാണെങ്കിലും ഒത്തൻറ്റിക്കായിട്ടിരിക്കുക, അക്കൗണ്ടബിൾ ആയിട്ടിരിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് തന്നെ ബോധം ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഞാൻ വായിക്കുന്നതിൽ ചില ആഴ്ചകളിൽ ഇപ്പോൾ ഞാൻ ഒന്നിച്ച് വീഡിയോ എടുക്കാതിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു 4-5 വീഡിയോസ് എടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ നേരത്ത് പറയാനൊന്നും കാണത്തില്ല ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ എന്തിനു വീഡിയോ ചെയ്യണം. ഞാനങ്ങനെ മാറ്റി വെച്ച പുസ്തകങ്ങളുണ്ട്. വായന മോശമാണെന്നോ പുസ്തകം മോശമാണെന്നോ അല്ല, പക്ഷേ എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്നില്ല. എനിക്കൊന്നെങ്കിൽ അതിൽ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് നമുക്ക് ഡിറൈവ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഞാനത് ഒത്തൻറ്റിക് അല്ലാതെ ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. എനിക്ക് അതിനകത്തൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് സൂപ്പറാണെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. സോ അതാണ് എൻ്റെ ഒതൻറ്റിസിറ്റി. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റിൽ നിങ്ങൾക്ക് ഉള്ളതെന്ന് തോന്നുന്ന ആ സത്യത്തെ കളയാണ്ടിരിക്കുക, അത് ട്രൂ ആയിട്ട് പിടിക്കുക. വ്യൂവേഴ്സുമായിട്ട് എപ്പോഴും ഒരു എൻഗേജ് ചെയ്തിരിക്കുക എന്ന് പൊതുവെ എല്ലാവരും പറയും. ഞാൻ അത്രയും വളർന്നിട്ടില്ല എൻ്റെ വ്യൂവേഴ്സുമായിട്ട്. എന്നിട്ടും ഞാനൊരു എൻഗേജ്മെൻറ്റിൽ ഇരിക്കാറുണ്ട്. അവർ ചോദിക്കുന്ന ക്വയറീസിനെല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട്. അവർ സജസ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങളെ എൻ്റെ റീഡിംഗ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. ഓരോ മാസത്തെ എൻ്റെ ബുക്ക് പർച്ചേസിലേക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരു 2 ബുക്ക് വെച്ചിട്ട് എടുക്കാറുണ്ട്. സോ അത്രയൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ആസ് എ യൂട്യൂബർ, ഒരു ബിഗിനർ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കൂ. ആളുകൾ തരുന്ന സജഷൻസിൽ നമുക്ക് എന്തൊക്കെ എടുക്കാം, അവരെ എങ്ങനെ നമ്മളവരെ കേട്ടു എന്ന് ഫീലിംഗ് ഹേർഡ് ഉണ്ടല്ലോ, അവരെ നമ്മൾ കേട്ടു എന്ന് അവർക്ക് എങ്ങനെ തോന്നിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അവരെ വൃത്തിയായി കേൾക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇത്രയും നാളത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്കും ഓക്കേന്ന് തോന്നിയതും നിങ്ങളോട് പറയാൻ എനിക്ക് നല്ലതാണെന്ന് തോന്നിയ ഒരു കാര്യം ബേസിക്സ് പഠിക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യത്തിലും ലേൺ ദ ബേസിക്സ് എന്ന് പറയും. വീഡിയോ പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിൻ്റെ മിനിമം ആ സാധനങ്ങളുണ്ടല്ലോ, ലൈറ്റിംഗ്. ഇപ്പോൾ ഈ സൈഡിലൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഗ്ലോ ലൈറ്റ് എന്നും ഫിൽ ലൈറ്റ് എന്നും പറയും. അതായത് ഷെയ്ഡ് വരാതിരിക്കും. ഇത് ഓഫ് ചെയ്താൽ അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. ഇതൊരു വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നും അല്ല, ഇത് എൻ്റെ ബെഡ്റൂം തന്നെയാണ്. ഇവിടെ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിലൊരു ക്ലോത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഒരു ലൈറ്റും ഇവിടുന്ന് ഒരു ലൈറ്റും ഇത്ര ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു
മൈക്ക് വെച്ചിട്ടുണ്ട്. വേറെ ഒരു അഡീഷണൽ സാധനവും ഇപ്പോൾ ചെയ്തിട്ടില്ല. ഭാവിയിൽ അപ്ഗ്രഡേഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ ബേസിക്സ് അറിഞ്ഞിരിക്കുക. ഏത് സോഫ്റ്റ്വെയറിലാണ് നമുക്ക് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുക, എനിക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്, അല്ലെങ്കിൽ മിനിമം കാശിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണെന്നുള്ള ഒരു ഐഡിയ, അവനവൻ്റേതായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽസും അങ്ങനത്തെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഫൈനലായിട്ടും എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇത്രയും കാലം കൊണ്ട് പഠിച്ച, അതിപ്പം ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഇതിൻ്റെ പ്രസൻറ്റേഷൻ സൈഡ് ആണെങ്കിലും ബുക്കുകൾ തിരഞ്ഞെടുക്കുന്ന രീതിയാണെങ്കിലും പ്രസൻറ്റേഷൻ എന്തും ആയിക്കോട്ടെ, എന്ത് പോയിൻ്റ് ആണെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളൊരു നമ്മുടെ എബിലിറ്റിയാണ് നമ്മളെ എവിടെ എത്തിക്കുക. കീപ്പ് ലേണിംഗ് എന്ന് പറയും. നിങ്ങൾ ഈ ലേണിംഗ് പരിപാടി എന്ന് നിർത്തുന്നോ അന്ന് ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് എന്താ പറയുക, ഒരു സ്റ്റക്കായി നിൽക്കുന്ന പോയിന്റിലേക്ക് എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ വായിച്ചിട്ട് ഇപ്പോൾ 4 വീഡിയോ ഒരേപോലത്തെ ചെയ്തിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഷക്കീലയുടെ ആത്മകഥ എന്ന് പറഞ്ഞിട്ടാണ്. ഞാനതൊരു ഭയങ്കരമായിട്ട് ആൾക്കാർ കയറി കാണും എന്ന് വിചാരിച്ച് ചെയ്തതല്ല. സ്റ്റിൽ ആ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഷക്കീലയുടെ ജീവിതത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡ് അവർക്ക് ഉണ്ട് എന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ കാണുമെന്ന്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ആ വീഡിയോ അങ്ങനെ പോയിട്ടില്ല. ഞാൻ ബുക്ക് റിവ്യൂ തുടങ്ങുന്ന സമയത്ത് ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, പിന്നെ വളരെ വൈകി ചെയ്ത ഒരു റാം കെയർ ഓഫ് ആനന്ദയുടെ വീഡിയോ ഒക്കെയാണ് ഇപ്പോഴും പോകുന്നത്. സോ അതൊന്ന് മനസ്സിലാക്കേണ്ടത്, പുസ്തകങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് റിവ്യൂ പോകുന്നത്. നമ്മൾ എത്ര നന്നായി റിവ്യൂ ചെയ്താലും എത്ര മോശമായി റിവ്യൂ ചെയ്താലും ഈ പറയുന്ന പോലെ ആളുകളുടെ ഡിമാൻഡ്, ആളുകൾക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് അറിയണം എന്നുള്ളിടത്താണ് വീഡിയോ പോകുന്നത്. ഇതിനിടയിൽ ഞാനൊരു നല്ല പുസ്തകം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജേർണി എന്ന് പറഞ്ഞൊരു ബുക്കിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ വലിയ വ്യൂവർഷിപ്പ് ഒന്നുമില്ല. അപ്പോൾ ലെനയുടെ ബുക്കിനെ കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോടെ ചെയ്തതാണ്. ആ വായന തന്നെ എനിക്കൊരു വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ അതിനൊന്നും വലിയ വ്യൂവർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു പക്ഷേ ഞാൻ പ്രസൻറ്റ് ചെയ്ത രീതി, അല്ലെങ്കിൽ ആ പുസ്തകത്തിന് ആൾക്കാർക്കിടയിൽ ഡിമാൻഡൊക്കെ അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ ലേൺ ചെയ്യുക എന്നുള്ളതൊരു ഭയങ്കര കാര്യമാണ്. അത് വിടരുത്. നിങ്ങൾ എന്ത് ചെയ്യുന്ന ആളാണെങ്കിലും, നിങ്ങൾ കുക്ക് ചെയ്യുന്ന ആളാണെങ്കിലും, എന്തിനെക്കുറിച്ച് വീഡിയോ എടുക്കുന്നതാണെന്നാണ് ഉദ്ദേശിച്ചത്, നിങ്ങൾ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും, എന്ത് എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും, നമുക്കതിൽ നിന്ന് ലേൺ ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിൽ പുതുതായിട്ടും ഇന്നൊവേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും എങ്ങനെ ബെറ്റർ ആക്കാം, എങ്ങനെ നല്ലതാക്കാം, എങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് എത്താം എന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഇപ്പം യൂട്യൂബിലൊരു വലിയ ചാനലുണ്ടായി കുറേ ആളുകൾ നമ്മളെ ഫോളോ ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്ന രീതി മാറും, നമ്മളൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറും, ചിലപ്പോൾ പ്രസൻറ്റേഷൻ സ്കിൽസൊക്കെ ഭയങ്കരമായിട്ട് മാറും. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് പ്രസൻറ്റേഷൻ സ്കിൽസൊക്കെ ഒത്തിരി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഈ ഒത്തിരി ഹെയ്റ്റ് കമൻസ് ഒക്കെ വരും, നെഗറ്റീവൊക്കെ വരുമ്പം ഇതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കും. സോ അപ്പോൾ ലേണിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇത്ര നാളത്തെ എൻ്റെ യൂട്യൂബ് ജേണിയിൽ നിന്ന് ഞാൻ പഠിച്ചത്. നിങ്ങളൊരു ബിഗിനർ യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജേണിയിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് എനിക്കും ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ വലിയ വലിയ പുസ്തകങ്ങളായതുകൊണ്ട് എൻ്റെ റിവ്യൂ വഹിക്കുന്നത്. ഞാൻ കുറേയധികം പുസ്തകങ്ങൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ സാധാരണ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും പറയാറില്ല. പക്ഷെ ഞാൻ ഇന്ന് പറയുകയാണ്, എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.